ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. മാമോദീസ സ്വീകരിച്ചതിന് ശേഷം നമ്മുടെ പ്രവൃത്തികൾ മൂലം, നമ്മളുടെ കർമ്മങ്ങൾ മൂലമെല്ലാം നിരവധി പാപങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടാകും. ഈ പാപങ്ങളിൽ നിന്നെല്ലാം നമുക്ക് മോചനം പ്രദാനം ചെയ്ത് ദൈവത്തോടും ദൈവജനത്തോടും ഇതിന് നമ്മോട് തന്നെയും രമ്യതപ്പെടുത്തുന്ന, വീണ്ടും ആ പാപങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ അവയെ മുദ്രീകരിക്കുന്ന, നമ്മെ മുദ്രീകരിക്കുന്ന കുദാശയാണ് അനുരഞ്ജന കുദാശ. പലപ്പോഴും അനുരഞ്ജന കുദാശ സ്വീകരിക്കാനായി നമ്മൾ ഈശോയെ സമീപിക്കുമ്പോൾ നമ്മളിൽ പലരിലും ഉണ്ടാകുന്ന ഒരു ചോദ്യമാണ്, ഞാൻ കുമ്പസാരിക്കുന്ന രീതി ശരിയാണോ? ഞാൻ ശരിയായ രീതിയിലാണോ അനുരഞ്ജന കുദാശ സ്വീകരിക്കുന്നത്? ഞാൻ ആദ്യ കുർബാന സ്വീകരണ സമയത്ത് കൃത്യമായും കുമ്പസാരിക്കുന്നത് എങ്ങനെയെന്ന്, അനുരഞ്ജന കുദാശ സ്വീകരിക്കുന്നത് എങ്ങനെയെന്ന് ഞാൻ പഠിച്ചൊരുങ്ങിയിരുന്നു. എന്നാൽ ഇന്ന് ഞാൻ അതിൽ പലതും മറന്നുപോയിരിക്കുന്നു. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ പലപ്പോഴും നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ടാകാം. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങളേവരെയും സഹായിക്കാനാണ്. പലപ്പോഴും വിശുദ്ധ കുംഭസാരം നടത്തുന്നതിന് മുന്നൊരുക്കമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും ധാരണയുണ്ട്. എന്നാൽ കുംഭസാര സ്വീകരണ സമയത്ത് എപ്രകാരമാണ് നമ്മൾ വ്യാപരിക്കേണ്ടത്, എപ്രകാരമാണ് നമ്മൾ ആയിരിക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് നമുക്ക് ധാരണയില്ലാതെ പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ മറന്നു പോകുന്നതൊക്കെ. നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ എപ്രകാരം നമുക്ക് ഈ കുംഭസാര സമയത്ത്, അനുരഞ്ജന കുദാശ സ്വീകരണ സമയത്ത് വ്യാപരിക്കണമെന്നും നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ അവിടെ ചെയ്യണമെന്നും നോക്കി മനസ്സിലാക്കാം. അറിഞ്ഞ് അത് പ്രാവർത്തികമാക്കിക്കൊണ്ട് ഏറ്റവും യോഗ്യമായ രീതിയിൽ അനുരഞ്ജന കുദാശ ഉൾക്കൊണ്ട് ക്രൈസ്തവ ജീവിതത്തിൽ നമുക്ക് മുന്നേറാം. എങ്ങനെ കുമ്പസാരിക്കണം, അനുരഞ്ജന കുദാശ എപ്രകാരം നമ്മൾ സ്വീകരിക്കണം എന്നത് 12 കാര്യങ്ങളിലൂടെയാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കുക. അതിലൊന്നാമതായി മുന്നൊരുക്കങ്ങളാണ്. നമുക്കറിയാം, നമ്മൾ ഓരോ കുദാശ സ്വീകരിക്കുമ്പോഴും ആവശ്യമായ മുന്നൊരുക്കങ്ങളോടെയും ഏറെ വിശുദ്ധിയോടും കൂടിയാണ് അവ നമ്മൾ സ്വീകരിക്കുക. അതുപോലെ തന്നെ അനുരഞ്ജന കുദാശയും നമ്മൾ സ്വീകരിക്കണം. ആവശ്യമായ മുന്നൊരുക്കങ്ങളെല്ലാം നടത്തി വിശുദ്ധിയോടെ നമ്മൾ ഈശോയിൽ നിന്ന് അനുരഞ്ജന കുദാശ സ്വീകരിക്കുവാനായിട്ട് കുമ്പസാരക്കൂടിനരികെ അണഞ്ഞിരിക്കുകയാണ്. തുടർന്ന് കാരുണ്യ യാചനയാണ്. നമ്മളെ പോലെ ഒരുപാട് പേര് കുമ്പസാരക്കൂടിനെ സമീപിക്കുന്നുണ്ടാകും. മനസ്സിലാക്കുക, നമ്മളവിടെ പുരോഹിതനോടല്ല, മറിച്ച് ഈശോയോടാണ് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുന്നത്. പാപങ്ങൾ ക്ഷമിക്കുന്നതും ഈശോ തന്നെയാണ്. നമ്മളെ ഉപദേശിച്ച്, നമ്മളെ ചേർത്ത് പിടിച്ച് വിശുദ്ധിയിലേക്ക് നമ്മളെ ഉയർത്തിക്കൊണ്ടുവരുന്നത് ഈശോ തന്നെയാണ് എന്ന ബോധ്യം നമ്മളിൽ ഏവരിലും ഉണ്ടായിരിക്കണം. നമ്മുടെ ടേൺ വന്നു കഴിയുമ്പോൾ നമ്മൾ ഇപ്രകാരമാണ് നമ്മുടെ കുമ്പസാരം ആരംഭിക്കേണ്ടത്. കാരുണ്യ യാചനയോടെ, കർത്താവെ കരുണയുണ്ടാകണമേ, അല്ലെങ്കിൽ പിതാവെ പാപിയായ എന്നിൽ കനിയണമേ എന്ന് യാചിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ കുമ്പസാരം ആരംഭിക്കാം. തുടർന്ന് ഞാൻ എത്ര നാൾ മുൻപാണ് കുമ്പസാരിച്ചത് എന്നാണ് ഈശോയോട് നാം ഏറ്റു പറയേണ്ടത്. ഒരുപക്ഷെ ഇതിനു മുൻപ് നാം കുമ്പസാരിച്ചത് എന്നാണെന്ന് നാം ഓർക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ നമ്മൾ ഓർക്കുന്നുണ്ടാകില്ല. ഈ 2 സാഹചര്യങ്ങളും കടന്നു വന്നേക്കാം. ഓർമ്മിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈശോയെ ഞാൻ ഇത്ര നാളായി കുമ്പസാരിച്ചിട്ട്, അല്ലെങ്കിൽ എന്റെ അവസാന കുമ്പസാരം എന്നായിരുന്നു എന്നുള്ളത് കൃത്യമായിട്ടും ഈശോയോട് ഏറ്റു പറയുക. ഇനിയെല്ലാം നമ്മൾ ഓർമ്മിക്കാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത് എങ്കിൽ, ഈശോയെ ഇതിനു മുൻപ് അവസാനമായി ഞാൻ കുമ്പസാരിച്ചത് എന്നാണെന്ന് ഞാൻ ഓർമ്മിക്കുന്നില്ല എന്നത് ഈശോയുടെ സന്നിധിയിൽ നമ്മൾ ഏറ്റു പറയുക. അതിനുശേഷം നമ്മൾ കുമ്പസാരിച്ച കാര്യം ഓർക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കുമ്പസാരത്തിന്റെ സമയത്ത് നമുക്ക് ഈശോ നൽകിയ പ്രായശ്ചിത്തം നമ്മൾ നിറവേറ്റിയിട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈശോയെ കഴിഞ്ഞ കുമ്പസാരത്തിൽ അങ്ങ് എനിക്ക് നൽകിയ പ്രായശ്ചിത്തമെല്ലാം ഞാൻ പൂർത്തീകരിച്ചു എന്നും, ഇല്ല ഞാൻ പൂർത്തീകരിച്ചില്ലെങ്കിൽ എനിക്ക് പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചില്ല ഈശോയെ, ബലഹീനനായ എനിക്ക് അങ്ങ് നൽകിയ പ്രായശ്ചിത്തം പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചില്ല എന്നുള്ളതും ഈശോയോട് ഈ അവസരത്തിൽ തുറന്ന് ഏറ്റു പറയാം. തുടർന്ന് പശ്ചാത്തല വിവരണമാണ്. നാം ആയിരിക്കുന്ന സാമൂഹിക സാഹചര്യത്തെ കുറിച്ച് ഈ അവസരത്തിൽ നാം പറഞ്ഞു വെക്കുകയാണ്. ഉദാഹരണത്തിന്, ഞാൻ ഒരു പിതാവാണ്,
ഞാൻ 2 മക്കളുടെ അമ്മയാണ്, ഞാനൊരു വിധവയാണ്, ഞാനൊരു സ്കൂൾ വിദ്യാർത്ഥിയാണ്, ഞാനൊരു യുവാവാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ അവിടെ പറഞ്ഞു വെക്കേണ്ടത്. മറിച്ച് നിങ്ങളുടെ പേരോ മറ്റനുബന്ധ വിവരങ്ങളോ അല്ല അവിടെ ആ അവസരത്തിൽ പങ്കുവെക്കേണ്ടത്. മറിച്ച് നിങ്ങൾ ഈ സമൂഹത്തിൽ ആരാണ്, ഞാനൊരു പിതാവ് എന്ന നിലയിലാണ് വർത്തിക്കുന്നത്, അല്ലെങ്കിൽ ഞാനൊരു വിധവ എന്ന നിലയിലാണ് ആയിരിക്കുന്നത്, ഇതാണ് നിങ്ങൾ അവിടെ പറഞ്ഞു വെക്കേണ്ടത്. അനുരഞ്ജന കൂദാശയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗത്തിലേക്കാണ് ശേഷം നമ്മൾ പ്രവേശിക്കുക. അതിനു മുൻപായി നമ്മൾ ഇതുവരെ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. വേണ്ട ഒരുക്കത്തോടെ ഈശോയെ സമീപിച്ചതിനു ശേഷം ഒന്നാമതായി നമ്മൾ പിതാവിന്റെ കാരുണ്യം യാചിക്കുന്നു. രണ്ടാമതായി നമ്മൾ എത്ര നാളായി കുമ്പസാരിച്ചിട്ടെന്നും പ്രായശ്ചിത്തം പൂർത്തീകരിച്ചോ എന്നുള്ളതും പറയുന്നു. മൂന്നാമതായി നമ്മുടെ സാമൂഹിക പശ്ചാത്തലത്തെ കുറിച്ച് നമ്മൾ ശ്രദ്ധയെന്ന് പ്രതിപാദിക്കുന്നു. ഇവയ്ക്ക് ശേഷമാണ് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തിലേക്ക് പ്രവേശിക്കുക, പാപങ്ങളുടെ പറച്ചിൽ. പാപങ്ങൾ നമ്മൾ ഏറ്റുപറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അനുരഞ്ജന കൂദാശയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് മനസ്താപമുണ്ട് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ ചെയ്തു പോയ പാപങ്ങളെ കുറിച്ച്, ചെയ്തു പോയ തെറ്റുകളെ കുറിച്ച്, നമ്മളുടെ പ്രവൃത്തികളെ കുറിച്ച് ഉത്തമ ബോധവും ഉത്തമ മനസ്താപവും ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് അനുരഞ്ജന കൂദാശയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ ബോധത്തോടും ഈ ഉത്തമ മനസ്താപത്തോടും കൂടെ നമ്മൾ ചെയ്തു പോയ പാപങ്ങള് ഈശോയുടെ ഏറ്റുപറയുകയാണ്. ഈ പാപങ്ങൾ ഏറ്റുപറയുന്ന അവസരത്തിൽ ഒരുപക്ഷെ നമ്മൾ ഈ പാപങ്ങള് മനസ്സിൽ ഓർത്തു വെച്ചിട്ടുണ്ടാകാം. ഇല്ല, നിങ്ങൾക്കത് മനസ്സിൽ ഓർത്തു വെക്കുന്നതിൽ എന്തെങ്കിലും പരിമിതികൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു കടലാസ കഷ്ണത്തിലോ മറ്റും അത് കുറിച്ചു വെച്ച് ഈ അവസരത്തിൽ ആ കുറിപ്പടി വായിക്കാവുന്നതാണ്. അങ്ങനെ ഈശോയോട് നമ്മൾ ചെയ്തു പോയ പാപങ്ങൾ ഏറ്റുപറയാം. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, പാപങ്ങള് ഈശോയുടെ മുമ്പിൽ, ഈശോയുടെ തിരുസന്നിധിയിൽ ഏറ്റുപറയുമ്പോൾ നമ്മൾ ആ ചെയ്തു പോയ പാപത്തെ കുറിച്ച് ബോധ്യവും ഉത്തമമായ ഒരു മനസ്താപവും ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞതിന് ശേഷം പാപപ്രവൃത്തിക്കായിട്ട് നമ്മൾ യാചിക്കുകയാണ്. കർത്താവേ, കരുണാമയനായ ദൈവമേ, അറിഞ്ഞോ അറിയാതെയോ ഞാൻ ചെയ്തു പോയ എന്റെ പാപങ്ങൾ സ്നേഹം തന്നെയായ നിന്നിൽ നിന്ന് അകലുവാൻ കാരണമായെന്ന് ഞാൻ അറിയുന്നു. ഈശോയെ, ഞാൻ ഓർമ്മിച്ചതും ഇനിയും തിരിച്ചറിയാതെയും കിടക്കുന്നതുമായ എന്നിലെ പാപക്കറകൾ കഴുകി എന്നെ വിശുദ്ധീകരിക്കണമേ എന്ന് നിങ്ങൾക്ക് ഈ അവസരത്തിൽ യാചിക്കാവുന്നതാണ്. ദീർഘമായി സാധിച്ചില്ലെങ്കിലും ചുരുക്ക രൂപത്തിലെങ്കിലും കാരുണ്യം യാചിക്കുന്നത് ഈ അവസരത്തിൽ അഭികാമ്യമാണ്. തുടർന്ന് കർത്താവിന്റെ വാക്കുകൾക്കായി നമുക്ക് കാതോർക്കാം. പുരോഹിതനിലൂടെ ഈശോ നമുക്ക് നൽകുന്ന ഉപദേശങ്ങൾ കൃത്യമായും കേൾക്കുവാനും അവ ഹൃദയത്തിൽ സംഗ്രഹിച്ച് അതിൻ പ്രകാരം ജീവിക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. ഈശോ നമ്മെ സ്പർശിക്കുന്ന സമയമാണിത്. ആ സാന്ത്വന സ്പർശത്തിൽ അഭയം കണ്ടെത്തി പാപങ്ങളുടെ പൊറുതി നേടി വിശുദ്ധിയിലേക്ക് നമുക്ക് നടന്നെടുക്കാം. തുടർന്ന് പ്രായശ്ചിത്തം തിരിച്ചറിയുകയാണ്. പുരോഹിതനിലൂടെ ഈശോ നമ്മോട് നിർദ്ദേശിക്കുന്ന പ്രായശ്ചിത്തങ്ങള് കൃത്യമായും ശ്രവിക്കുവാനും അത് മനസ്താപപൂർവമായി നിറവേറ്റുവാനും ഈ അവസരത്തിൽ നമുക്ക് പരിശ്രമിക്കാം. ചെയ്തു പോയ പാപങ്ങളെ കുറിച്ച് നമുക്ക് മറ്റേതെങ്കിലും പരിഹാരങ്ങൾ കൂടി അനുഷ്ഠിക്കുവാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവയും നിറവേറ്റുവാനായിട്ട് നാം ഓരോരുത്തരും പരിശ്രമിക്കണം. അനുരഞ്ജന കൂദാശ സ്വീകരിക്കുമ്പോൾ പാപത്തെക്കുറിച്ചുള്ള ആ വേദനയില്, ആ ദുഃഖപൂർണമായ മുഹൂർത്തത്തില് നമ്മൾ എടുക്കേണ്ട ഉറച്ച തീരുമാനമുണ്ട്. I will never do again the sins that I have already done. ഞാൻ ചെയ്തു പോയ പാപങ്ങൾ മേലിൽ ആവർത്തിക്കില്ല. പാപത്തിന്റെ സാഹചര്യത്തിൽ നിന്ന് എന്നാൽ കഴിയുന്ന വിധം ഞാൻ വിട്ടു നിൽക്കുമെന്ന ഉറച്ച തീരുമാനം സ്വീകരിക്കാനായിട്ട് ഈ അവസരം നമുക്ക് വിനിയോഗിക്കാം. തുടർന്ന് മുദ്രീകരണമാണ്. ഈശോയിൽ നിന്ന് ആശീർവാദം ഏറ്റുവാങ്ങിക്കൊണ്ട് ഇതുവരെ ചെയ്തു പോയിട്ടുള്ള സകല പാപങ്ങളിൽ നിന്നും മോചിതരായി വിശുദ്ധിയുടെ നവവസ്ത്രം ധരിച്ച് ഒരു പുതിയ ജീവിതത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ പുതിയ ജീവിതത്തില് വീണ്ടും പാപങ്ങൾ ആവർത്തിക്കാതിരിക്കാനും പാപങ്ങളിൽ നിന്ന് മാറി നടക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും ഈശോയുടെ കൃപയാല് ഈ മുദ്രീകരണം വഴിയായി സാധ്യമാകും എന്നുള്ളതാണ്. അനുരഞ്ജന കൂദാശയുടെ യോഗ്യമായ സ്വീകരണത്തിലൂടെ
നമ്മുടെ ജീവിതത്തില് നമ്മുടെ കർമ്മങ്ങൾ മൂലവും പ്രവൃത്തികൾ മൂലവും എല്ലാം കൈവന്ന പാപങ്ങളുടെ കറകളിൽ നിന്ന് മോചനം പ്രാപിച്ച് വിശുദ്ധിയോടെ ഈ സ്വർഗീയ യാത്രയില് മുന്നോട്ട് നീങ്ങുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. ഈശോയുടെ കരം പിടിച്ച് നമുക്ക് ഈ ജീവിത യാത്രയില് മുന്നോട്ട് നടക്കാം, പ്രതിസന്ധികളെ അതിജീവിക്കാം. ഒരിക്കൽ കൂടെ അനുരഞ്ജന കൂദാശ ഏറ്റവും യോഗ്യമാം വിധം സ്വീകരിക്കുവാൻ, പാപങ്ങൾ മോചിക്കുവാൻ, വിശുദ്ധിയിൽ വളർന്നു വരുവാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ആമേൻ.